നിയമസഭയിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാ മെമ്പർമാരും ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ അംഗമാകണമെന്നുണ്ട്. അതിൽ ഞാൻ ആദ്യമായി മെമ്പറായത് പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയിലാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന കമ്മിറ്റിയാണത്. ആ കമ്മിറ്റിയുടെ എല്ലാ കമ്മിറ്റികൾക്കുള്ള ഒരു അവകാശമുണ്ട്, ഒരു അഖിലേന്ത്യാ ടൂറ് സംഘടിപ്പിക്കാം. വിദേശമില്ല. അതിൽ മെമ്പറായിട്ട് രാജ്യം മുഴുവൻ കണ്ട് പലതും അവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ നോക്കുക, എല്ലാ രാജ്യത്തും. അതൊക്കെയാണ് എൻ്റെ ഉദ്ദേശം. അങ്ങനെ ഞങ്ങൾ പോയത് വടക്കേ ഇന്ത്യയിലും പല സ്ഥലത്തും പോയി പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി പോവുമായിരുന്നു. അതിൻ്റെ ചെയർമാനാണ് ഇതിന് നേതൃത്വം കൊടുക്കുക. ചെയർമാൻ ഔക്കാദ് റൂട്ടി അദ്ദേഹത്തിന് വരാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു. പിന്നെ വൈസ് ചെയർമാൻ എന്ന നിലയിൽ പി തങ്കച്ചനായിരുന്നു. ഈ പോകുന്ന കൂട്ടത്തിൽ ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ സ്വന്തം ഭാര്യമാർക്കും പോരാ. അതിൻ്റെ ചിലവുകൾ നമ്മൾ എടുക്കണമെന്നേ ഉള്ളൂ. അതാ കൂട്ടത്തിൽ അങ്ങ് കഴിഞ്ഞ് പോവുകയും ചെയ്യും. അപ്പോൾ ഞങ്ങൾ 5-6 ആളുകൾ, പി തങ്കച്ചൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഞാൻ, എൻ്റെ ഭാര്യ, അങ്ങനെ 5-10-15 ആളുകൾ, ഞങ്ങളുടെ ഭാര്യമാർ എല്ലാം കൂടിയിട്ടാണ് പോണത്. അങ്ങനെ പോയി മദിരാസിൽ പോയി. മദിരാസിൽ നിന്ന് കൽക്കത്തയിൽ പോയി. കൽക്കത്തയിൽ നിന്ന് തീവണ്ടി ഇറങ്ങുമ്പോഴാണ് വിവരമറിയുന്നത് ഇനി മുന്നോട്ട് പോകാൻ വയ്യ. ആസാമിലും തുടർന്നുള്ള പ്രദേശങ്ങളിലുമൊക്കെ അതിരൂക്ഷമായ വെള്ളപ്പൊക്കമാണ്. ഇവിടെ അങ്ങനെ തന്നെ ഹൗറ ബ്രിഡ്ജിൻ്റെ ഒപ്പം വെള്ളം പൊന്തിയിട്ടുണ്ട്. ആ ഗംഗാ നദിയൊക്കെ കരകവിഞ്ഞ് ഒഴുകുകയാണ്. അങ്ങനെ കൽക്കത്ത മുതൽക്കൊക്കെ വെള്ളം. അപ്പോൾ സമയത്തിനൊരു വണ്ടി ഓടൂല. ഞങ്ങൾ എന്തായാലും ഇതിൽ നിന്ന് പിന്തിരിയാൻ ഒരിക്കലും തയ്യാറായില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഹൗറയിൽ നിന്ന് വീണ്ടും തീവണ്ടി കയറി നേരെ ആസാമിലെത്തി. ഞങ്ങളുടെ ലക്ഷ്യം നാഗാലാൻഡായിരുന്നു. ആസാമിൽ ചെല്ലുമ്പോൾ അവിടുന്ന് പോകാൻ, തുടർന്ന് യാത്ര ചെയ്യാൻ തീവണ്ടിയില്ല, ബസ്സുമില്ല, കാറുമില്ല, യാതൊരു നിവൃത്തിയില്ല. അവസാനം വാഹനങ്ങളെ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ മേൽ കടത്തിവിടുന്ന ഒരു ജങ്കാർ, ആ ജങ്കാറിൽ കയറിയിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ആ ജങ്കാറിൽ നേരെ ചെന്ന് നാഗാലാൻഡ് അടുത്ത് ചെന്ന് അവിടുന്ന് വാഹനങ്ങൾ സംഘടിപ്പിച്ച് നാഗാലാൻഡ്, മണിപ്പൂർ, ത്രിപുര ഈ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ സന്ദർശിച്ചു. നാഗാലാൻഡിൽ ചെന്നപ്പോഴാണ് വലിയ അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായത്. പണ്ട് 2ാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാൻകാർ കടന്നു വന്ന പ്രദേശമായിരുന്നു. അവിടെയുള്ള ഒരു മരിച്ചവരെ മറവ് ചെയ്യുന്ന സെമത്തേരി, അതിൽ ഞങ്ങൾ പോയി കാണുണ്ടായി. അതെത്രയോ ആളുകളാണ് മരിച്ച് മറവ് ചെയ്ത് കിടക്കുന്നത്. അതിൽ ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. ഒരു മരിച്ചവരുടെ ശ്മശാനത്തിൻ്റെ മേലെ ഒരു കല്ല് വെക്കുന്ന പണിയുണ്ട്. ആ കല്ലുമേൽ കൊത്തി വെച്ചിരിക്കണേ, ഐ വാസ് ലൈക്ക് വൺസ് യു വിൽ ബിക്കം വൺസ് ലൈക്ക് മീ. ഒരു കാലത്ത് ഞാൻ നിങ്ങളെപ്പോലെയായിരുന്നു, നാളെ നിങ്ങളും ഞങ്ങളെപ്പോലെയാകും. അവിടെ ഇരുന്ന് ചിന്തിച്ചു പോയി കുറേ നേരം. ആ ശ്മശാനത്തെ എഴുതി വെച്ച അങ്ങനെ അതൊക്കെ വലിയൊരു അനുഭവമായിരുന്നു. അവിടുന്ന് ഞങ്ങളെല്ലാവരും മതജാതി വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ ഒരു ഞായറാഴ്ച ക്രിസ്ത്യൻ പള്ളിയിൽ പോയി അവരെ കുർബാന പ്രാർത്ഥനയിൽ പങ്കെടുത്തു. അതാണ് പ്രാർത്ഥിച്ച് അങ്ങനെ കൂടി അതിനകത്ത്. അങ്ങനെ ആ രാജ്യം മുഴുവൻ കണ്ട് തിരിച്ചു പോന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു ഞങ്ങൾക്ക്. 82 അധികാരത്തിൽ വന്ന കരുണാകരൻ്റെ ഗവൺമെൻറ്റാണല്ലോ തുടർന്ന് നിൽക്കുന്നത്. അതിങ്ങനെ 87 അവസാനിക്കാറായപ്പോഴേക്ക് കരുണാകരൻ്റെ സ്വതസിദ്ധമായ ചരട് വരികളും കുത്തിത്തിരിപ്പുകളും അതിൻ്റെ ഫലമായി പൊതുവെ മന്ത്രിസഭയ്ക്ക് മോശമായ പേരും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതിലെ ഒരു പ്രധാന സംഭവമായിരുന്നു മന്ത്രിമാർക്കിടയിലുള്ള വിശ്വാസക്കുറവ്. പ്രതിച്ഛായ നന്നാക്കണം എന്ന് പറഞ്ഞ് കരുണാകരൻ ഒരു പുതിയ ആശയം കൊണ്ടുവരിക. അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇഷ്ടമില്ലാത്ത ചിലരെ മാറ്റുക. എന്നും അവർക്ക് ഭരണം കിട്ടിയാൽ ധനകാര്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നത് KM മാണിയായിരിക്കും. അപ്പോൾ കരുണാകരന് മാണിയുമായിട്ട് എന്തോ ഒരകൽച്ച. മാണിയെ മാറ്റലായിരുന്നു പ്രതിച്ഛായ നന്നാക്കലിൻ്റെ പ്രധാന കാര്യം. അതേ കൂട്ടത്തിൽ തന്നെ ആഭ്യന്തരമന്ത്രി വയലാർ രവി, അദ്ദേഹത്തോടും അനിഷ്ടങ്ങൾ തോന്നാൻ തുടങ്ങിയിരുന്നു. പല കാരണങ്ങളും ഉണ്ടാകാം.
അപ്പോൾ ഈ പ്രതിച്ഛായ നന്നാക്കണം എന്ന ഒരു പുതിയ രാഷ്ട്രീയം കൊണ്ടുവന്ന് അഴിച്ചുപണി ഉണ്ടാക്കി. മാണിയെ പിടിച്ച് പുറത്താക്കി, റവന്യൂ മന്ത്രിയാക്കി. ധനകാര്യ വകുപ്പ് തച്ചടി പ്രഭാകരന് കൊടുത്തു. ആഭ്യന്തര വകുപ്പ് കരുണാകരൻ തന്നെ ഏറ്റെടുത്തു. വയലാർ രവിക്ക് വേറൊരു ചെറിയ സിമ്പിൾ പണി കൊടുത്ത്. ഇങ്ങനെ ആകെപ്പാട് അന്യോന്യമുള്ള വിശ്വാസവും ബഹുമാനവും നഷ്ടപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇതിൻ്റെ സമയത്താണ് രണ്ടാമത്തെ മറ്റൊരു സംഭവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു ചെറിയ വിഭാഗം മുന്നണി സംവിധാനത്തിൽ ചില മാറ്റങ്ങൾ വേണം എന്നുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നൊരു കാര്യമായിരുന്നു. അതിൽ MP രാഘവനെ പോലെയുള്ളവർ മുന്നോട്ട് വെച്ചത് മുസ്ലിം ലീഗിനെ കൂട്ടുപിടിക്കണം എന്നാണ്. മുസ്ലിം ലീഗാണെങ്കിൽ വിളിച്ചാൽ വരാൻ നിൽക്കുവാണ്. അതങ്ങനെ പോയി അവസാനം പാർട്ടി കോൺഗ്രസ്സിലെത്തി. ആ പ്രമേയത്തെ, ആ നിർദ്ദേശത്തെ പാർട്ടി കോൺഗ്രസ് തള്ളിക്കളഞ്ഞു. പാർട്ടി കോൺഗ്രസ് തള്ളിക്കളഞ്ഞ ഒരു സംഗതി വീണ്ടും നടപ്പാക്കാൻ ശ്രമിക്കുകയും കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിയതിൻ്റെയും പേരിൽ രാഘവൻ ഉൾപ്പെടെ ചില ആളുകൾ പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് പുറത്തായി. പുത്തലത്തെ നാരായണൻ, MP രാഘവൻ തുടങ്ങിയവരൊക്കെ പാർട്ടിയിൽ നിന്ന് പോയി. അതൊരു വല്ലാത്ത സംഭവമായിരുന്നു. രാഘവൻ പാർട്ടിയുമായി പിന്നെ ഒരിക്കലും അടുത്ത് വന്നിട്ടില്ല. ഇതിൻ്റെയൊക്കെ ഇടയിൽ മെല്ലെ പോയി അവസാനം 1987 വന്നപ്പോഴേക്ക് അസംബ്ലി കാലാവധി കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. 87 തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഇതിലിപ്പോൾ എൻ്റെ പങ്കെന്താണ്, എൻ്റെ ഭാഗം എന്താണെന്നാണല്ലോ ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞു വരുന്നത്. ആ 87 തെരഞ്ഞെടുപ്പിൽ എൻ്റെ സ്ഥിതി എന്താണെന്നാണ് ഇനി ആലോചിക്കേണ്ടത്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന കമ്മിറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ആലോചനയിൽ എനിക്ക് കിട്ടിയിടത്തോളം വിവരം വെച്ച് AK സെൻറ്ററിൽ ചേർന്ന പാർട്ടി എക്സിക്യൂട്ടീവിൽ, പാർട്ടി കമ്മിറ്റിയിൽ ഉണ്ടായ തീരുമാനം, സെക്രട്ടേറിയറ്റ് എന്നാണ് ഞങ്ങൾ പറയുക, പാർട്ടി എക്സിക്യൂട്ടീവിൽ സെക്രട്ടേറിയറ്റിലെടുത്ത തീരുമാനപ്രകാരം ഞാൻ തന്നെ ആണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി. പക്ഷേ മന്ത്രി അധികാരം അവസാനത്തെ അസംബ്ലി കൂടുന്ന കാലത്ത് ഞാൻ എൻ്റെ ചില സഖാക്കൾ, നേതാക്കന്മാരായ ചില സഖാക്കളോട് പറഞ്ഞിരുന്നു, നിലമ്പൂരിൽ ഇനി കിട്ടാൻ സാധ്യതയില്ല, അവിടുന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ആ കാര്യങ്ങളൊക്കെ വെച്ച് ചർച്ച ചെയ്ത് വീണ്ടും നിലമ്പൂരിൽ തന്നെയാണ് എന്നെ തീരുമാനിച്ചത്. അത് ചില നേതാക്കന്മാർ പറഞ്ഞു, നിലമ്പൂരിൽ ഹംസ അല്ലാതെ വേറൊരാളെ നമുക്കില്ല, കിട്ടുമോ നോക്കാൻ തന്നെ അയാളെ പറ്റുള്ളൂ, അതുകൊണ്ട് ആൾ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിനാ മുൻതൂക്കം കിട്ടിയത്. മലപ്പുറം ജില്ലാ സെക്രട്ടറി മുഖേന ഞാൻ നിലമ്പൂരിൽ തന്നെയാണ് സ്ഥാനാർത്ഥിയാവുക എന്ന തീരുമാനം ഞാൻ മനസ്സിലാക്കി. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിന് എന്നെക്കാൾ പ്രായോഗിക രാഷ്ട്രീയം അറിയുന്നതാണ്, മണ്ഡലത്തിൻ്റെ സ്ഥിതിയും നിലമ്പൂരിൻ്റെ സ്ഥിതിയൊക്കെ അറിയും. K. സൈതാലിക്കുട്ടി അദ്ദേഹമായിരുന്നു സെക്രട്ടറി. ഞാൻ ചോദിച്ചു, ഞാൻ നിലമ്പൂരിൽ നിന്നാൽ ജയിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ജയിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ്? ഒരിക്കൽ വിജയശ്രീ ലാളിതനായി ആര്യാടനെ തോൽപ്പിച്ച് വന്ന ഞാൻ വീണ്ടും അദ്ദേഹത്തോട് മത്സരിച്ച് പരാജയപ്പെട്ട് അപമാനിതനായി മടങ്ങി വരുമ്പോൾ എനിക്കുണ്ടാകുന്ന വിഷമം വളരെ വലുതാണ്. അതുകൊണ്ട് എന്നെ അവിടുന്ന് മാറ്റിക്കിട്ടണം. നമ്മളെ പാർട്ടിയിൽ അങ്ങനെ ഒരു തീരുമാനം വന്നാൽ പിന്നെ അതിനെ നമ്മളിവിടെ ഇരുന്ന് ആലോചിച്ച് മാറ്റുന്ന പണിയില്ലല്ലോ. ഇപ്പം എന്താ ചെയ്യാമെന്ന് വെച്ചു. ഒരു പണി അദ്ദേഹത്തിൻ്റെ കൈവശവും ഒരു വഴിയില്ല. അപ്പം ഞാനൊരു നിർദ്ദേശം വെച്ചു, ഞാൻ ഇതിലൊരു ചെറിയ മാറ്റം ഉണ്ടായി കിട്ടാൻ ശ്രമിക്കട്ടെ, നിങ്ങൾ ജില്ലാ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റിയും എന്നെ സഹായിക്കുമോ? എതിരില്ലല്ലോ ചോദിച്ചു. എതിരില്ല, നിങ്ങൾ എങ്ങനെ പോയിട്ട് നേടി വന്നാലും ജയിച്ചൊരു സീറ്റ് കിട്ടി ജയിച്ചു വരികയാണെങ്കിൽ മലപ്പുറത്ത് നമുക്കൊരു MLA ഉണ്ടാവുമല്ലോ. മലപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് MLA ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എവിടെ നിന്ന് ജയിച്ചാലും നിരക്കില്ല, കിട്ടുമോ നോക്കൂ എന്ന് പറഞ്ഞു. ഞാൻ MLA എന്നുള്ള എനിക്ക് ടിക്കറ്റൊക്കെ വേഗം കിട്ടുമല്ലോ. അന്ന് രാത്രി തന്നെ തിരൂർ വന്ന് ട്രെയിനിൽ കയറി രാവിലെ 5 മണിക്ക് തിരുവനന്തപുരത്തെത്തി. തിരുവനന്തപുരത്ത് വന്ന് നേരെ നടന്ന് AKG സെൻറ്ററിൽ പോയി. അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദനാണ്. നേരെ കയറി ചെന്ന്
അദ്ദേഹം കിടക്കുന്ന റൂമിലേക്ക് ചെന്നു. വാതിൽ മെല്ലെ ചാരി തുറന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഇരുന്ന് പത്രം വായിക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ വാ ഇരിക്കുകയെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്തിരുത്തി. പത്രവായനയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നോട് ചോദിച്ചു എന്താ വന്നതെന്ന് ചോദിച്ചു. ഞാൻ വിവരം പറഞ്ഞു കൊടുത്തു. നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ എന്തും ചെയ്യാം, പക്ഷെ എനിക്കൊരു സങ്കടം പറയാനുണ്ട്. നിലമ്പൂരിൽ നിന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വലിയ വില കൊടുത്ത് മത്സരിച്ച് ജയിച്ചു വന്ന ഞാൻ അവിടെ പോയി അയാളോട് എന്നെ തോൽക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഒഴിവാക്കണം. ഞാൻ മത്സരിക്കുന്നില്ല, അത് നിങ്ങൾ എന്നെ സഹായിച്ച് ഒഴിവാക്കി തരണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊരിക്കലും സാധ്യമല്ല, ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ MLA ആയി വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് സഖാവ് പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു ആ ആഗ്രഹം പോവണിയില്ല, നിലമ്പൂരിൽ നിന്ന് ഞാൻ ജയിക്കില്ല, ആരോട് ചോദിച്ചാലും ബോധ്യമാവും. അത് നിവൃത്തിയാക്കണമെങ്കിൽ എനിക്ക് മണ്ഡലം മാറിത്തരണം. അപ്പം അദ്ദേഹം ചോദിച്ചതിനോട് അങ്ങനെ മാറുകയാണെങ്കിൽ കുഴപ്പമില്ലാതെ ഏത് മണ്ഡലമാണ് മാറാൻ പറ്റിയതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു മഞ്ചേരിയിൽ നിന്ന് നിലമ്പൂർക്കുള്ള അത്ര ദൂരം മാത്രമാണ് കോഴിക്കോടിൻ്റെ അതിർത്തിയിലുള്ള ബേപ്പൂർ മണ്ഡലം, കോഴിക്കോട് ജില്ലയിലാണെന്ന് മാത്രം. അവിടെ MLA ആയിട്ടുള്ള ഒരാൾ മൂസക്കുട്ടി എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം നിൽക്കണില്ലെങ്കിൽ അവിടെ എനിക്ക് തന്നാൽ ഞാൻ ജയിച്ചു വരും. അവിടെ എനിക്ക് ബന്ധങ്ങളുണ്ട്, ഞാൻ പഠിച്ച കോളേജ് അവിടെയാണ്, പല ബന്ധങ്ങളുമുണ്ട്. എനിക്ക് ജയിക്കാൻ പറ്റിയ അല്ലെങ്കിലും പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലമാണത്. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം സാധാരണത്തെ പോലെ പറഞ്ഞു നിങ്ങൾക്ക് പോകാം, ആവശ്യം വരുമ്പോൾ ഞാൻ വിളിക്കാം. ഞാനൊന്നും മിണ്ടിയില്ല, ഇറങ്ങി നടന്ന് വണ്ടി കയറി നാട്ടിലെത്തി. നാട്ടിൽ വന്ന് ഒരു 9-10 മണിയായപ്പോൾ ടെലിഫോൺ വന്നു. AK സെൻറ്ററിൽ നിന്നാണ്, സഖാവ് അച്യുതാനന്ദൻ സംസാരിക്കാനാണെന്ന്. ഞാൻ ഫോണെടുത്ത് നമസ്കാരം പറഞ്ഞ് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ എന്താ അറിയോ, നിങ്ങൾ എവിടെയാണെന്ന് ഇപ്പോൾ പ്രഖ്യാപിക്കേണ്ട, എവിടെ മത്സരിക്കാനും മണ്ഡലത്തിലെ അംഗമല്ലെങ്കിൽ നിൽക്കുന്ന മണ്ഡലത്തിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങണം. ആ സർട്ടിഫിക്കറ്റ് നിലമ്പൂരിലേക്കും ബേപ്പൂരിലേക്കും 2 സ്ഥലത്തേക്ക് വാങ്ങുക. 2 സ്ഥലത്തും മത്സരിക്കാലോ ഒരാൾക്ക്, അങ്ങനെ 2 സ്ഥലത്തേക്കും വാങ്ങിക്കോളൂ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ വലിയ സന്തോഷത്തിൽ, എനിക്കറിയാം എന്താ ഉണ്ടാകാൻ പോകണമെന്ന്, ഓടി താലൂക്ക് ഓഫീസിൽ പോയി ഡെപ്യൂട്ടി തഹസിൽദാറെ കണ്ട് ഞാൻ 2 സീറ്റിൽ മത്സരിക്കാൻ പോവുകയാണ്. നിലമ്പൂരും ബേപ്പൂരും 2 സർട്ടിഫിക്കറ്റ് വേണമെന്നാണ്. അപ്പോൾ തഹസിൽദാർ അയാൾ എൻ്റെ ഒരു ഫ്രണ്ടാണ്, അയാൾ പറഞ്ഞു അതൊക്കെ നിങ്ങളെ തന്ത്രമാണ്, നിങ്ങൾ ബേപ്പൂർക്ക് മാറുകയല്ലേ എന്ന് ചോദിച്ചെന്നോട്. അതൊന്നും പറയില്ലായിരുന്നു. അങ്ങനെ 2 സർട്ടിഫിക്കറ്റ് വാങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നിർദ്ദേശം വന്നു ബേപ്പൂരിൽ മത്സരിക്കാൻ. അപ്പോൾ നായനാർ പണ്ട് പറഞ്ഞ വാക്കാണ് ഈ പൂർത്തിയാവുന്നത്. ജയിക്കാവുന്ന മണ്ഡലമാണ് ബേപ്പൂർ. ചാത്തുണ്ണി മാസ്റ്റർ, മൂസക്കുട്ടി, NP മൊയ്തീൻ തുടങ്ങിയ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ മാത്രമേ അവിടെ ജയിച്ചിട്ടുള്ളൂ. അവിടെ തന്നെയാണ് എനിക്ക് തരുന്ന ഉറച്ച സീറ്റ് കിട്ടിയാൽ വളരെ സന്തോഷം. ബേപ്പൂർ മണ്ഡലം എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ച മണ്ഡലമാണെന്ന് ഞാൻ പറയാൻ കാരണം അവിടെ ഏറ്റവും വലിയ 6-7 വോട്ട് കമ്പനികളുണ്ട്. ആ വോട്ട് കമ്പനികളിൽ മൊത്തം 15,000 തൊഴിലാളികൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ 15,000 തൊഴിലാളികൾ 12,500 തൊഴിലാളിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവരാണ്, CITU മെമ്പർമാർ. അവരും അവരുടെ കുടുംബങ്ങളും അതിൻ്റെ ചുറ്റുഭാഗവും തിന്നാൽ തന്നെ ജയിക്കാവുന്ന ഒരു സ്ഥിതിയാണുള്ളത്. പിന്നെ അവിടെ എനിക്ക് പല വ്യക്തിബന്ധങ്ങളുമുണ്ട്. ഞാൻ പഠിച്ച കോളേജ് അവിടെയാണ്. അതെല്ലാം ഉപയോഗിച്ചാൽ ജയിച്ചു വരും എന്നുള്ളൊരു ധാരണയിൽ മത്സരിച്ചു. എൻ്റെ ഈ എതിർ സ്ഥാനാർത്ഥി അങ്ങനെ അവിടെ അറിയപ്പെടുന്ന ഒരാളായിരുന്നില്ല. അദ്ദേഹം നിലമ്പൂരിനടുത്ത് മമ്പാട് സ്വദേശിയാണ്. കോഴിക്കോട് ജില്ലക്കാരനോ ബേപ്പൂർക്കാരനോ അല്ല. അതിനേക്കാൾ ബന്ധം എനിക്കാണ് അവിടെ ഉള്ളത്. അങ്ങനെ പ്രസംഗവും പാട്ടും ഒക്കെ ആയിട്ട് നമ്മൾ ജയിച്ചു കയറി.
ജയിച്ച് കയറിയതിന് ശേഷം ഉണ്ടായിട്ടുള്ളതാണ് അത്ഭുതകരമായ സംഭവം. വിജയിച്ച സ്ഥാനാർത്ഥി എല്ലാ പഞ്ചായത്തുകളിലും സ്വീകരണത്തിൽ പങ്കെടുക്കണമല്ലോ. ഞാൻ ആ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടിങ്ങനെ നടക്കുകയാണ്. ആകെ 6 പഞ്ചായത്തുകളാണ് ഇവിടെ ഉള്ളത്. ഈ 6 പഞ്ചായത്തുകളിൽ 10-60 വാർഡുകളുണ്ട്. ഓരോ വാർഡിലും സ്വീകരണം ഏറ്റുവാങ്ങി പ്രസംഗിച്ച് ദിവസം 2-3 ദിവസം ഞാൻ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ സഖാക്കൾ ഓടി വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ AKG സെൻറ്ററിൽ നിന്ന് വിളിച്ചിരുന്നു, ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൊബൈലൊന്നുമില്ല, ഒരു സമ്പ്രദായമില്ല. ഏതെങ്കിലും വീട്ടിൽ കയറി ടെലിഫോൺ വിളിക്കണം, വേറെ വഴിയൊന്നുമില്ല. അപ്പം ഞാൻ പ്രസംഗം കഴിഞ്ഞ് അടുത്ത വീട്ടിൽ കയറി തിരുവനന്തപുരത്തേക്ക് ടെലിഫോൺ ചെയ്തു. AKG സെൻറ്ററിൽ എടുത്തപ്പോൾ പാർട്ടി സെക്രട്ടറി സഖാവ് അച്യുതാനന്ദൻ എന്നോട് പറഞ്ഞു, അവിടെ എന്താ പണിയെന്ന് ചോദിച്ചു. ഞാൻ സ്വീകരണത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എന്നാൽ നിങ്ങളെ കൊണ്ടൊരു ആവശ്യമുണ്ട്. ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. രാത്രി വണ്ടിക്ക് കയറി രാവിലെ ഇവിടെ എത്തണം, എല്ലാ പരിപാടികളും നിർത്തിവെച്ച്. അപ്പോൾ എന്തോ ഒരു ഗൗരവമുള്ള കാര്യമാണെന്ന് ഞാനും മനസ്സിലാക്കി. ഞാൻ രാത്രി വണ്ടിക്ക് തന്നെ കയറി 6 മണിക്ക് തിരുവനന്തപുരത്തെത്തി AKG സെൻറ്ററിൽ ചെന്ന് സഖാവ് അച്യുതാനന്ദൻ്റെ മുറിയിൽ കടന്നു ചെന്നു. അപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം. നിങ്ങളെ ഞങ്ങൾ മന്ത്രിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇനി തിരിച്ചു പോകേണ്ടതില്ല. അതിൻ്റെ ചട്ടവട്ടങ്ങൾ പലതുമുണ്ട്. അപ്പോൾ എനിക്കവിടെ MLA റൂമൊക്കെ ഉണ്ടല്ലോ, ഇവിടെ തന്നെ നിൽക്കുമെന്നു. മന്ത്രിയാക്കാൻ തീരുമാനം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കരുണാകരൻ്റെ സ്വാധീനം കൊണ്ട് പഞ്ചായത്ത് മെമ്പർ പോലും ആക്കാൻ അനുവദിക്കാത്ത കാലഘട്ടം കടന്നു കഴിഞ്ഞ് പോകുന്നവനാണ് ഞാൻ. ഏത് ഔദ്യോഗിക സ്ഥാനം വരുമ്പോഴും കാലുവാരുന്ന ഒരു സ്ഥിതിയാണ് കോൺഗ്രസ്സിലുണ്ടാവുക. ഇവിടെ വന്നപ്പോൾ യാതൊരു അപേക്ഷയില്ലാതെ, യാതൊരു ശ്രമവും ഇല്ലാതെ ഇങ്ങോട്ട് വിളിച്ചു പറയാൻ നിങ്ങൾ മന്ത്രിയാക്കിയിരിക്കുന്നു. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. നേരെ റൂമിൽ വന്നു, നേരെ ടെലിഫോൺ എടുത്ത് വീട്ടുകാരോടും മക്കളോടും ഒക്കെ വിവരം പറഞ്ഞു. എൻ്റെ സ്നേഹിതന്മാരോട് പറഞ്ഞു, ജില്ലാ പാർട്ടി നേതാക്കളോട് എല്ലാം പറഞ്ഞ് വലിയ സന്തോഷത്തിൽ അങ്ങനെ അവിടെ നിന്നു. അതിൻ്റെ പിറ്റേന്ന് രാവിലെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, വണ്ടി എടുത്ത് അവരോട് വരാൻ പറഞ്ഞു വീട്ടുകാരോട്. അവർ വരുന്നതിന് മുമ്പ് നിയുക്ത മന്ത്രിമാരായ ഞങ്ങളെല്ലാവരും TK രാമകൃഷ്ണൻ, ശിവദാസ മേനോൻ, അങ്ങനെയുള്ള എല്ലാ മെമ്പർമാരും ചേർന്നുകൊണ്ട് ആലപ്പുഴ പോയി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി തിരിച്ച് തിരുവനന്തപുരത്ത് വന്ന് പിറ്റേന്ന് സത്യപ്രതിജ്ഞ ചെയ്തു, മന്ത്രിയായി. മന്ത്രിയായപ്പോഴാണ് എന്താ വകുപ്പ് എന്നൊന്നും അറിയാൻ ചോദിക്കാനും പോയിട്ടില്ല. പിറ്റേന്ന് രാവിലെ പറഞ്ഞു പൊതുമരാമത്ത് മന്ത്രിയാണ്. അങ്ങനെ പിന്നെ ആ മന്ത്രി കാറിലാണ് പിന്നെ നാട്ടിലേക്ക് വന്നത്. അങ്ങനെ ആ സ്ഥാനത്തിരുന്നുകൊണ്ട് 4.5 കൊല്ലം മന്ത്രിയായി തുടർന്നു. മന്ത്രിയായി നിയോഗിക്കപ്പെട്ടപ്പോൾ അത് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ അതിലുള്ള സന്തോഷവും ആഹ്ലാദവും എന്നെ ആവേശഭരിതനാക്കിയിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഞാനതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആദ്യത്തെ ഒരാഗ്രഹം, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ആദ്യമായി ചെയ്യേണ്ട പ്രവർത്തനം എൻ്റെ കുഗ്രാമത്തിലേക്ക് ഒരു പാലം കെട്ടണം. അതൊരു അത്ഭുതകരമായ സ്ഥിതിവിശേഷമായിരുന്നു. 4 വഴിക്കും എൻ്റെ ഗ്രാമത്തിൽ പ്രവേശിക്കണമെങ്കിൽ പുഴ കടക്കണം. പുഴ നാട്ടിനൊരു അനുഗ്രഹമാണ്. എന്നാൽ ഗതാഗത സൗകര്യത്തിന് ഒരു മുടക്കും. പാലമില്ലാതിരിക്കുമ്പോൾ 6 മാസം ഞങ്ങൾ കഷ്ടപ്പെടുകയാണ്. സ്കൂളിൽ പഠിക്കാനും കോളേജിൽ പോകാനും കോടതിയിൽ പോകാനും ഒക്കെ ബുദ്ധിമുട്ട്. അത് മാത്രമല്ല, ഞങ്ങൾ ടൗണിൽ നിന്ന് പോയി ആ പാലം കടന്ന് കയറുന്ന അവിടെ പാലം കെട്ടണമെന്ന് ആഗ്രഹിച്ച സ്ഥലത്ത് വെച്ചാണ് എൻ്റെ പിതാമഹൻ ഹാർട്ട് അറ്റാക്കായി മരിക്കുന്നത്. അദ്ദേഹം രാത്രി എവിടുന്നോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കാളവണ്ടിയിൽ വന്ന് ഇറങ്ങുമ്പോൾ പുഴ നിറഞ്ഞു നിൽക്കുകയാണ്. അത് കണ്ടപ്പോൾ ഒറ്റ ശ്വാസം വലിയാണ്.
അതോടുകൂടി ശ്വാസം പോയി. ആ മണ്ണിൽ വെള്ളത്തിൽ കടന്ന് മരിച്ചു അദ്ദേഹം. അപ്പോൾ ഒരു അഭിമാന പ്രശ്നമായിരുന്നു അവിടെ ഒരു പാലം കെട്ടണം എന്നുള്ളത്. ഇങ്ങനെ പല മോഹങ്ങളും ഉണ്ടായിരുന്നു. മോഹത്തിൽ പ്രധാനം ഇടതുപക്ഷ മുന്നണിക്ക് താല്പര്യമുള്ള ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ കോൺഗ്രസ് ലീഗ് സഖ്യത്തിൻ്റെ ഭരണകാലത്ത് നിഷേധിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്, അവഗണിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ പരിഗണിക്കണം, നിർമ്മാണ പ്രവർത്തനം നടത്തണം, ഉയർത്തിക്കൊണ്ടുവരണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇതൊക്കെ വെച്ച് ഞാൻ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കി ഭരണത്തിൽ പ്രവേശിച്ചു. അന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ നാട്ടിലേക്ക് വന്നൊരു സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങി. സ്വീകരണങ്ങൾ പല സ്ഥലത്തും ഉണ്ടായി, 2-3 കഴിഞ്ഞ് തിരിച്ചുപോയി. അത് സ്വാഭാവികമായിട്ടുള്ള സ്വീകരണമാണ്. പിന്നെ മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് നമ്മൾക്കൊരു പ്രായോഗികമായ ഇതുണ്ടല്ലോ. 2 കൊല്ലം എൻജിനീയറിംഗ് പഠിച്ചിട്ടുണ്ട്, 5 കൊല്ലം ഉദ്യോഗസ്ഥനായി ജീവിച്ചിട്ടുണ്ട്, നിയമം ഞാൻ പഠിച്ചിരിക്കുന്നു. മാത്രമല്ല ഒരു സംഗതി കൂടിയുണ്ട്. ഇപ്പം ഞാൻ പാലം കെട്ടണമെന്ന് ആഗ്രഹിച്ച റോഡ് ഞാൻ തന്നെയാണ് കരാറെടുത്ത് നടത്തിയത്, ഒരു കരാറുകാരനുമായിരുന്നു ഞാൻ. ഈ അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തന രംഗത്ത് ഉണ്ടായ താല്പര്യം നടപ്പാക്കാൻ തന്നെ കഠിനാധ്വാനം ചെയ്തു. ഞാൻ അഹങ്കാരമായിട്ടോ അഹംഭാവത്തിൽ പറയല്ല, പൊതുമരാമത്ത് മന്ത്രി എന്ന നിലക്ക് പരമാവധി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാനന്ന് ചെയ്തത് ഇയാളെ നേരിട്ട് വിളിച്ചു. ആളെ വിളിച്ചിട്ട് മുമ്പിലിരിക്കാൻ പറഞ്ഞു. കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞു. അതൊരു രസകരമായ സംഭവമായിരുന്നു. നിങ്ങൾ എഞ്ചിനീയർമാർ പഴയ കാലത്ത് ഭരണകൂടത്തിലെ ഇടപെടലുകൾ കൊണ്ട് പല തെറ്റുകളും ചെയ്തവരാണ്. ആ തെറ്റുകളൊന്നും ഈ ഭരണത്തിൽ ആവർത്തിക്കാൻ പാടില്ല. നിങ്ങളെ ഉപയോഗിച്ച് പലരും പല കാര്യങ്ങളും നേടിയെടുക്കും. അതിൽ നിങ്ങൾക്ക് കാശ് നഷ്ടപ്പെടുകയും ചെയ്യും, എത്തേണ്ടടുത്ത് അത് എത്തുമില്ല, പല തട്ടിപ്പുകളും നടക്കും. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, ഈ തിരുവനന്തപുരം സൂപ്രണ്ട് എഞ്ചിനീയറുടെ സ്ഥാനം കിട്ടാൻ പ്രമോഷൻ ശരിയാക്കാനും നിങ്ങൾ എത്ര റുപ്യ കൊടുത്തു എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ സത്യം തുറന്നു പറഞ്ഞു,